നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ജന്മനാൽ വൈകല്യമുള്ള കിടപ്പ് രോഗിയായ പാലിയേറ്റ് രോഗിക്ക് ശ്യാംകുമാറിന്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ച അളഗപ്പനഗർ PHCയിലെ ഡോക്ടർ ഉമേഷിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF ജനപ്രതിനിധികൾ രംഗത്ത്. മറ്റത്തൂരിലെ കുഞ്ഞാലിപ്പാറയിൽ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ മെറ്റൽ ക്രഷർ സ്ഥാപനം പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് അനധികൃതമായി പാറ ഖനനം ചെയ്തതായുള്ള പരാതിയിൽ അധികൃതരുടെ പരിശോധന നടത്തിയത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും സംയുക്തമായി. പുതുക്കിപ്പണിത നെന്മണിക്കര സെന്റ് മേരീസ് പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം ഞായറാഴ്ച നടക്കുമെന്ന് പള്ളി അധികൃതർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർവമത മഹാസമ്മേളനത്തിന്റെ ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് പേരാമ്പ്ര ഗുരുചൈതന്യ മഠത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച സർവമത സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലിയേക്കര ബീവറേജസ് ഷോപ്പിലെ ചുമട്ടുതൊഴിലാളികൾ സമരത്തിലേക്ക് ഏകപക്ഷീയമായി കൂലി നിശ്ചയിച്ചെന്ന് ആരോപിച്ചാണ് INTUC, CITU, BMS യൂണിയനുകൾ സമരത്തിനൊരുങ്ങുന്നത്. കുത്തനെ ഉയർന്ന സ്വർണ്ണവില, ഒറ്റയടിക്ക് പവന് 800 രൂപ ഉയർന്നു. വാർത്തകൾ വിശദമായി. ജന്മനാൽ വൈകല്യമുള്ള കിടപ്പ് രോഗിയായ പാലിയേറ്റ് രോഗി ശ്യാംകുമാറിന്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ച അളഗപ്പനഗർ PHCയിലെ ഡോക്ടർ ഉമേഷിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് LDF ജനപ്രതിനിധികൾ രംഗത്ത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ പാണ്ടാരി മോഹനൻ ഭാര്യ ഷീലയുടെയും മകനായ ശ്യാംകുമാർ ജന്മനാൽ വൈകല്യമുള്ള കിടപ്പ് രോഗിയാണ്. 38 വയസ്സുള്ള ശ്യാംകുമാറിന് സ്വന്തം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും അമ്മയായ ഷീലയുടെ സഹായം വേണം. ശ്യാമിന് കരുവാപ്പടി അക്ഷയ സെന്ററിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ മസ്റ്ററിംഗ് ചെയ്തപ്പോൾ വിരലും കണ്ണും കിട്ടാതെ വന്നപ്പോൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമായിരുന്നു. ഇതിനാവശ്യമായ രേഖകൾ സഹിതം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമേഷിനെ വാർഡംഗം VK വിനീഷ് നേരിട്ട് കണ്ട് ശ്യാമിന് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഡോക്ടർ ഈ ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് കിടപ്പ് രോഗിയായ ശ്യാമിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് അസാധ്യമാണെന്നും ഡോക്ടർ 24 മണിക്കൂറിനുള്ളിൽ നേരിട്ടോ ഹോസ്പിറ്റലിലോ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയോ ഡിസംബർ 12 ഉച്ചയ്ക്കുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു തന്നാൽ മതിയെന്ന് വാർഡംഗം VK വിനീഷ് പറഞ്ഞു. ഇതിനും ഡോക്ടർ തയ്യാറായില്ല. ഡിസംബർ 15 മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ എന്ന നിഷേധാത്മകമായ സമീപനമാണ് ഡോക്ടർ സ്വീകരിച്ചതെന്ന് വാർഡംഗം കുറ്റപ്പെടുത്തി. ഡിസംബർ 15 മുൻപ് പഞ്ചായത്തിൽ നിന്നും സൈറ്റ് ക്ലോസ് ആകും മുൻപ് അയച്ചാൽ മാത്രമാണെന്നും ശ്യാമിനെ ക്രിസ്തുമസിന് ലഭിക്കേണ്ട പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുകൂടി ഡോക്ടർ ഈ തീരുമാനമെടുത്തത് മനുഷ്യത്വരഹിതവും ധിക്കാരവുമാണെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തരമായി ഇടപെട്ട് നടപടിയെടുക്കണമെന്നും LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VK വിനീഷ്, PS പ്രീജു, സജ്ജന ഷിബു, അശ്വതി പ്രവീൺ, പൊതുപ്രവർത്തകരായ PK ആന്റണി, PU ഹരികൃഷ്ണൻ, KS മിഥുൻ, ശ്യാംകുമാറിന്റെ പിതാവ് മോഹനൻ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. മറ്റത്തൂരിലെ കുഞ്ഞാലിപ്പാറയിൽ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ മെറ്റൽ ക്രഷർ സ്ഥാപനം മറ്റത്തൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് അനധികൃതമായി പാറ ഖനനം ചെയ്തതായുള്ള പരാതിയിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും സംയുക്ത പരിശോധന നടത്തി. അധികൃതമായി ഖനനം ചെയ്തെടുത്ത പാറയുടെ അളവ് തിട്ടപ്പെടുത്തുന്നതിനായാണ് പരിശോധന നടത്തിയത്. ഇത് സംബന്ധിച്ച് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി മൈനിങ് ജിയോളജി വകുപ്പിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ്, ജില്ലാ സർവേ സൂപ്രണ്ട് KG ജാൻസി, മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പുതുക്കിപ്പണിത നെന്മണിക്കര സെന്റ് മേരീസ് പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം ഞായറാഴ്ച നടക്കുമെന്ന് പള്ളി അധികൃതർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 6:30 ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കൂദാശ കർമ്മത്തിന് കാർമ്മികനാകും. തുടർന്ന് തിരുനാൾ കൊടിയേറ്റവും ആർച്ച് ബിഷപ്പ് നിർവഹിക്കും. 28 രാവിലെ 9 ഡീക്കൻ നിതിൻ പൊന്നാരിയുടെ തിരുപ്പട്ടം നടക്കും. കൈവപ്പ് ശുശ്രൂഷയ്ക്ക് മാർ ടോണി നീലങ്കാവിൽ കാർമ്മികനാകും. 29 ആദ്യ കുർബാന സ്വീകരണം നടക്കും. 30, 31 തീയതികളിലാണ് തിരുനാൾ. ജനുവരി 1 വൈകിട്ട് 6:30 മതസൗഹാർദ്ദ സമ്മേളനവും നവവൈദികന് സ്വീകരണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ, കൈക്കാരൻ റോബി പാട്ടത്തിൽ, പീറ്റർ പാറയിൽ, ലോയ്ഡ് ആന്റണി എന്നിവർ പങ്കെടുത്തു. 1988 സ്ഥാപിതമായിട്ടുള്ള
കൊച്ചു ദേവാലയമാണ് സെൻറ് മേരീസ് ദേവാലയം. ഏകദേശം 140 കുടുംബങ്ങളും അതുപോലെ തന്നെ 600 വിശ്വാസികളും 5 യൂണിറ്റുകളുമായിട്ട് തിരിഞ്ഞിരിക്കുന്ന ഇടവകയാണ്. വിളവ് അധികം വേലക്കാരെ ചുരുക്കം എന്ന വചനത്തിന്റെ ആസ്പദമാക്കി നമ്മുടെ ഇടവകയിൽ നിന്ന് ആദ്യത്തെ തിരുപ്പട്ടത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ബ്രദർ നിതിൻ പൊന്നാരി. ഉറപ്പായിട്ടും കുറേ വർഷങ്ങളായിട്ട് ഇടവകയുടെ ഒരു ആഗ്രഹമാണ് ഒരു വൈദികനാകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രാർത്ഥനാ വർഷം ഉദ്ഘാടനം ചെയ്ത് ഈ തിരുപ്പട്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. പള്ളി തുടങ്ങിയിട്ട് 36 വർഷമായി. 15 36 പൊൻകുരിശുണ്ടായിരിക്കും പ്രദക്ഷിണത്തിന്. മനോരമ വെടിക്കെട്ട്. ശ്രീനാരായണ ഗുരു 1924 ആലുവയിൽ സംഘടിപ്പിച്ച സർവമത മഹാസമ്മേളനത്തിന്റെ ശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ച് പേരാമ്പ്ര ഗുരുചൈതന്യ മഠത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച സർവമത സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 നടക്കുന്ന സർവമത സമ്മേളനം വർക്കല ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്യും. ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ അധ്യക്ഷത വഹിക്കും. നടൻ ദേവൻ, ഫാദർ ഡിബിൻ ഐനിക്കൽ, മുസ്തഫ മൗലവി തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പേരാമ്പ്ര ഗുരുചൈതന്യ മഠം ഇൻചാർജ് സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, സംഘാടക സമിതി ജനറൽ കൺവീനർ AK ജയരാജ്, കൺവീനർ PA കൃഷ്ണൻകുട്ടി, നരേന്ദ്രൻ നെല്ലായി എന്നിവർ പങ്കെടുത്തു. SNDP എന്ന് പറയുമ്പോൾ തികച്ചും അതൊരു ഭൗതികമായ സംഘടനയാണ്. അതിൻ്റെ ഭൗതികമായ തലങ്ങളിലെ സാമൂഹികമായ വിഷയങ്ങൾ പലപ്പോഴും ഇന്ന് മതങ്ങൾ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്ത സാമൂഹ്യ സാഹിത്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാഷ്ട്രീയക്കാർ അന്തിയുറങ്ങുന്ന മന്ത്രിമന്ദിരങ്ങളിൽ പലപ്പോഴും മത അധ്യക്ഷന്മാർ, മതപുരോഹിതന്മാർ, മതസംഘടന, സമുദായ സംഘടന വ്യത്യാസമൊന്നുമില്ല. ഇവരെല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം വളർന്നു വരുമ്പോൾ പാലിയേക്കര ബീവറേജ് ഷോപ്പിലെ ചുമട്ടുതൊഴിലാളികൾ സമരത്തിലേക്ക്. പാലിയേക്കര ബീവറേജസ് കോർപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദേശ മദ്യ ഷോപ്പിലെ മദ്യമിറക്കുന്ന തൊഴിലാളികളുടെ കൂലി വർധനവിന്റെ ചർച്ച ഇരിങ്ങാലക്കുട അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ നടന്നിരുന്നു. ചർച്ചയിൽ ഏകപക്ഷീയമായി കൂലി നിശ്ചയിച്ചെന്ന് ആരോപിച്ചാണ് INTUC, CITU, BMS യൂണിയനുകൾ സംയുക്തമായി പ്രതിഷേധിച്ചത്. ബീവറേജ് കോർപ്പറേഷൻ അധികാരികൾ ഒരു കേസ് മദ്യം ഇറക്കുന്നതിന് 64 പൈസ നൽകാനാണ് ഇരിങ്ങാലക്കുടയിലെ ചർച്ചയിലെടുത്ത തീരുമാനം. എന്നാൽ മുകളിലേക്ക് കയറ്റുന്നതിന് നൽകി വരുന്ന സംഖ്യ കുറവ് ചെയ്തുവെന്നും ജില്ലയിൽ പലയിടത്തും നൽകി വരുന്ന തുക പോലും ഇവിടെ നൽകുന്നില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. സംയുക്ത പ്രതിഷേധ യോഗത്തിൽ ആന്റണി കുറ്റുകാരൻ അധ്യക്ഷനായി. സോമൻ മൂത്രത്തിക്കര, MK സന്തോഷ്, ഉണ്ണി പുതിയടത്ത് എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് 12ാം വാർഡിലെ കടമ്പോട് വയോജന ക്ലബ്ബ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. മലയോരത്ത് നിന്ന് നഗരത്തിലെത്തിയ വയോജന സംഘം മെട്രോ വിസ്മയങ്ങളും കായലും കടലും കണ്ടാണ് മടങ്ങിയത്. മുൻ അധ്യാപകരും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരും പൊതുപ്രവർത്തകരും തൊഴിലാളികളും അടക്കമുള്ള 49 പേരാണ് ഉല്ലാസയാത്രയിൽ പങ്കെടുത്തത്. മെട്രോ തീവണ്ടിയിൽ എറണാകുളത്തെത്തിയ സംഘാംഗങ്ങൾ ജലമെട്രോ യാത്ര ആസ്വദിച്ച ശേഷം ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കണ്ടു. പുതുവൈപ്പിൻ ബീച്ചിലെ സായാഹ്ന കാഴ്ചകൾ മനസ്സിൽ നിറച്ചാണ് സംഘം മടങ്ങിയത്. ജീവിത സായാഹ്നത്തിലെ വിരസതകളും രോഗാരിഷ്ടതകളും വിസ്മരിച്ച് ഒരു പകൽ മുഴുവൻ ഉല്ലസിക്കാനായതിന്റെ സന്തോഷം യാത്രയിൽ പങ്കെടുത്തവർ പങ്കുവച്ചു. വയോജന ക്ലബ്ബ് ഭാരവാഹികളായ PU സിറിയക്, TD ശ്രീധരൻ, PS അംബുജാഷൻ, പഞ്ചായത്ത് അംഗം സുമിത ഗിരീഷ്, അംഗനവാടി അധ്യാപിക ഷാലി എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. കാൻ തൃശൂരിന്റെ വാർഡ് തല ബോധവൽക്കരണ പരിപാടി പുതുക്കാട് പഞ്ചായത്തിലെ 2ാം വാർഡിൽ നടത്തി. സെന്റ് ആന്റണീസ് സ്കൂളിൽ നടന്ന പരിപാടി വാർഡ് അംഗം സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. JHI നിമ്മി, MLSP അശ്വിനി എന്നിവർ ക്ലാസ് നയിച്ചു. മറ്റത്തൂരിലെ CPM നേതാവും ജനപ്രതിനിധിയുമായിരുന്ന PV രാവുണ്ണിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ചെട്ടിച്ചാലിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി CV രവി, DYFI മേഖലാ സെക്രട്ടറി KS ശ്രീജിത്ത്, ബ്രാഞ്ച് സെക്രട്ടറി PA രതീഷ് എന്നിവർ പ്രസംഗിച്ചു. മറ്റൊന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നത് അത് സഖാവിൻ്റെ സവിശേഷതയായിരുന്നു. പുതിയ കാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നവർ പല ചിന്തയിലൂടെ കടന്നു വരുന്നതാണ് ഇന്നത്തെ കാലം. അതൊന്നുമില്ലാതെ ജനങ്ങളുടെ ക്ഷേമവും ജീവിതവും മാത്രം സ്വപ്നം കണ്ട് പ്രവർത്തിച്ച ഒരു സഖാവായിരുന്നു.
വളരെ പെട്ടെന്നാണ് സഖാവിനെ നമുക്ക് നഷ്ടപ്പെടുന്നത്. പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് സഖാവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. ഓഷ്യൻ ആൻഡ് കോസ്റ്റൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് എംടെക് വിഭാഗത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയ കോടാലി മുരിക്കിങ്ങിൽ സ്വദേശിയായ സാരഥി സുരേന്ദ്രനെ കെ രാമേന്ദ്രൻ MLA വീട്ടിലെത്തി അനുമോദിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, CPM വെള്ളിക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK രാജൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ, വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാലകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. തൊഴിൽ മേഖലകളിൽ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് സ്ത്രീകൾ ഇരയാകുന്നത് സംബന്ധിച്ച് ആഴത്തിലുള്ള പരിശോധന അനിവാര്യമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി പറഞ്ഞു. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം 2013 സംബന്ധിച്ച് ചെമ്പൂക്കാവ് ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. പ്രസവിച്ചു കഴിഞ്ഞാൽ ജോലിയില്ലാത്ത സ്ഥിതി ചില മേഖലയിലുണ്ട്. ചിലയിടങ്ങളിൽ പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമല്ല. ചില സ്ഥലത്ത് നിയമപരമായ കൂലി നൽകുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം വനിതാ കമ്മീഷൻ 11 തൊഴിൽ മേഖലകളെ കണ്ടെത്തി സ്ത്രീകൾക്കായി പബ്ലിക് ഹിയറിംഗ് നടത്തി വരികയാണ്. അസംഘടിത മേഖലയിൽ സർക്കാർ നടപ്പാക്കിയിട്ടുള്ള സാമൂഹിക പരിരക്ഷ, ക്ഷേമ പദ്ധതികൾ എന്നിവ സംബന്ധിച്ച് വനിതകൾക്ക് അറിവ് പകരുന്നതിന് ശക്തമായ ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ടെന്നും സതീദേവി അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ വനിതാ കമ്മീഷൻ അംഗം ഇന്ദിര രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജുള അരുൺ, ജില്ലാ വനിതാ വികസന ഓഫീസർ P മീര, അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ് അംഗം രജിത വിജീഷ്, അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ജില്ലാ ഓഫീസർ TJ മജീഷ്, വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ AR അർച്ചന എന്നിവർ പ്രസംഗിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമശാസ്ത്രജാഥ അനുബന്ധ പരിപാടി വട്ടനാത്ര മഹാത്മാ വായനശാലയിൽ വെള്ളിയാഴ്ച നടത്തും. വൈകിട്ട് 6 നടക്കുന്ന പരിപാടി ED ഡേവിസ് രചിച്ച ഒടുവിൽ ഒറ്റയ്ക്ക് ഗാന്ധി എന്ന ഗ്രന്ഥത്തിന്റെ അവതരണം AK ശിവദാസ് നിർവഹിക്കും. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച ജെൻഡർ സെമിനാറും കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തും. വെള്ളിക്കുളങ്ങര മാവിൻചുവട് പുഞ്ചിരി അംഗനവാടി ഹാളിൽ ഉച്ചതിരിഞ്ഞ് 3 നടക്കുന്ന പരിപാടി പഞ്ചായത്ത് അംഗം KR ഔസേപ്പ് ഉദ്ഘാടനം ചെയ്യും. മുൻ വാർഡ് അംഗം ക്ലാര ജോണി അധ്യക്ഷയായിരിക്കും. കുടുംബശ്രീ ജില്ലാ ജെൻഡർ RP ശാലിനി ജോയി മുഖ്യപ്രഭാഷണം നടത്തും. കുത്തനെ ഉയർന്ന സ്വർണ്ണവില. ശനിയാഴ്ച മുതൽ ഇടിഞ്ഞ വില ഒറ്റയടിക്ക് 800 രൂപ ഉയർന്നു. ഇതോടെ സ്വർണ്ണവില വീണ്ടും 46,000 കടന്നു. പവന് 46,120 രൂപയും ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 5,765 രൂപയുമായി. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ സർക്കാർ വൃദ്ധസദനത്തിലേക്ക് കരാർ വ്യവസ്ഥയിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ നിയമിക്കുന്നു. യോഗ്യത +2, ANM, ക്ഷേമസ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ജെറിയാട്രിക് പരിശീലനം ലഭിച്ചവർക്കും മുൻഗണന. പരമാവധി പ്രായപരിധി 50 വയസ്സ്. എല്ലാ രേഖകളുടെയും അസലും പകർപ്പുമായി ഡിസംബർ 22 രാവിലെ 10:30 സർക്കാർ വൃദ്ധസദനത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ 0487 269 3734. മറ്റത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. MBBS ബിരുദവും TCMC രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ഈ മാസം 21 ഉച്ചയ്ക്ക് 2 കിട്ടത്തക്ക വിധം സൂപ്രണ്ട് മറ്റത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം PO പാടി 680699 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. chcmattattur@gmail.com എന്ന വിലാസത്തിൽ ഇമെയിലായും അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് 9459454622. വെള്ളിക്കുളങ്ങര ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ പുത്തനോളി ട്രാൻസ്ഫോർമർ മുതൽ മുരിക്കിങ്ങൽ പാലം വരെ പുതിയതായി വലിച്ചിട്ടുള്ള 11 kV ലൈനിൽ വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈദ്യുതി പ്രവഹിക്കുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വെള്ളിക്കുളങ്ങര KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5,765 രൂപയും പവന് 46,120 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും.
ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ജന്മനാൽ വൈകല്യമുള്ള കിടപ്പ് രോഗിയായ പാലിയേറ്റ് രോഗിക്ക് ശ്യാംകുമാറിന്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ച അളഗപ്പനഗർ PHCയിലെ ഡോക്ടർ ഉമേഷിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF ജനപ്രതിനിധികൾ രംഗത്ത്. മറ്റത്തൂരിലെ കുഞ്ഞാലിപ്പാറയിൽ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ മെറ്റൽ ക്രഷർ സ്ഥാപനം പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് അനധികൃതമായി പാറ ഖനനം ചെയ്തതായുള്ള പരാതിയിൽ അധികൃതരുടെ പരിശോധന നടത്തിയത് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ ഉദ്യോഗസ്ഥരും സംയുക്തമായി. പുതുക്കിപ്പണിത നെന്മണിക്കര സെന്റ് മേരീസ് പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം ഞായറാഴ്ച നടക്കുമെന്ന് പള്ളി അധികൃതർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർവമത മഹാസമ്മേളനത്തിന്റെ ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് പേരാമ്പ്ര ഗുരുചൈതന്യ മഠത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച സർവമത സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലിയേക്കര ബീവറേജസ് ഷോപ്പിലെ ചുമട്ടുതൊഴിലാളികൾ സമരത്തിലേക്ക്. ഏകപക്ഷീയമായി കൂലി നിശ്ചയിച്ചെന്ന് ആരോപിച്ചാണ് INTUC, CITU, BMS യൂണിയനുകൾ സമരത്തിനൊരുങ്ങുന്നത്. കുത്തനെ ഉയർന്ന സ്വർണ്ണവില, ഒറ്റയടിക്ക് പവന് 800 രൂപ ഉയർന്നു. ഇതോടെ ഇന്നത്തെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.